ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേരാണ് ജീവികളും ചുറ്റുപാടും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ. 20/8/2024 പരിസര നിരീക്ഷണത്തിനായി ഞങ്ങൾ ഇന്ന് തിരഞ്ഞെടുത്തത് ആമ്പൽക്കുളമാണ്. വയൽ വരമ്പിലൂടെ യാത്ര ചെയ്ത് കുളക്കരയിലെത്തി. കുളക്കരയിലെ മരത്തണലിൽ നിന്നായിരുന്നു നിരീക്ഷണം. നല്ല തെളിഞ്ഞ വെള്ളം, ആമ്പലുകൾ പൂവിട്ടു നിൽക്കുന്നു. ഏതാനും ജലസസ്യങ്ങളും പായലും മരത്തിൽ നിന്ന് കൊഴിഞ്ഞു വീണ ഇലകളും മറ്റും വെള്ളത്തിൽ കാണാം. കുളക്കരയിൽ പുല്ലുകളും വള്ളിച്ചെടികളും കുറ്റിച്ചെടികളും വളർന്നു നിൽക്കുന്നു. കുറച്ചു കൂട്ടുകാർ പരിസര നിരീക്ഷണത്തിന് പോയതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് നിരീക്ഷിക്കാൻ പോയത്? ആമ്പൽക്കുളമാണ് നിരീക്ഷിക്കാൻ പോയത്. വയൽ വരമ്പിലൂടെ യാത്ര ചെയ്ത് അവർ കുളക്കരയിലെത്തി. കുളക്കരയിലെ മരത്തണലിൽ നിന്നായിരുന്നു നിരീക്ഷണം. എന്താണ് കണ്ടത്? നല്ല തെളിഞ്ഞ വെള്ളം, ആമ്പലുകൾ പൂവിട്ടു നിൽക്കുന്നു. ഏതാനും ജലസസ്യങ്ങളും പായലും മരത്തിൽ നിന്ന് കൊഴിഞ്ഞു വീണ ഇലകളും മറ്റും വെള്ളത്തിൽ കാണാം. അതുപോലെ തന്നെ കുളക്കരയിൽ എന്താണുള്ളത്? പുല്ലുകളും വള്ളിച്ചെടികളും കുറ്റിച്ചെടികളും വളർന്നു നിൽക്കുന്നു. കണ്ടില്ലേ? കുറച്ച് കൂട്ടുകാരാണ് വന്നിരിക്കുന്നത്. കുളക്കരയിലെ ഞാവൽ മരത്തിൽ കിളികൾ, അണ്ണാൻ, മരയോന്ത്, ചിലന്തി എന്നിവയും ഉറുമ്പുകൾ ഉൾപ്പെടെയുള്ള ചെറു പ്രാണികളുമുണ്ട്. കുളത്തിൽ നിറയെ മത്സ്യങ്ങളുണ്ടായിരുന്നു. അവ ഇടയ്ക്കിടെ വെള്ളത്തിന് മുകളിൽ വന്ന് വായ് പിളർക്കും. തവള, വാൽമാക്രി, ഞണ്ട്, ഒച്ച്, നീർക്കോലി, ജലപ്രാണികൾ തുടങ്ങിയവയാണ് ആമ്പൽക്കുളത്തിലെ മറ്റ് അന്തേവാസികൾ. കുളത്തിൽ ചെറുകല്ലുകളിട്ട് ഓളങ്ങളുണ്ടാക്കി ഞങ്ങൾ കളിച്ചു. കുളക്കരയിലെ കുളിർമയിൽ നേരം പോയത് അറിഞ്ഞതേയില്ല. അപ്പോൾ ഈ നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് ആരാണ്? റൈനയാണ്. ഇനി ചോദിച്ചിരിക്കുന്നത് ഏതെല്ലാം ജീവികളെയാണ് കുളത്തിൽ കണ്ടത്? അപ്പോൾ നമുക്ക് റൈനയുടെ ആ നിരീക്ഷണക്കുറിപ്പിൽ നിന്ന് തന്നെ അത് എഴുതാം. ഏതെല്ലാം ജീവികളെയാണ് കുളത്തിൽ നിന്ന് കണ്ടത്? കുളത്തിൽ നിറയെ മത്സ്യങ്ങളുണ്ട്. അതുകൂടാതെ തവള, വാൽമാക്രി, ഞണ്ട്, ഒച്ച്, നീർക്കോലി, ജലപ്രാണികൾ ഇതൊക്കെയാണ് ആമ്പൽക്കുളത്തിലെ അന്തേവാസികൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? മരത്തിൽ കണ്ട ജീവികൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? കിളികൾ, അണ്ണാൻ, മരയോന്ത്, ചിലന്തി, ഉറുമ്പുകൾ, പിന്നെ ചെറു പ്രാണികൾ. ഇതൊക്കെയാണ് മരത്തിൽ കണ്ട ജീവികൾ. അടുത്ത ചോദ്യം, എല്ലാ ജീവികൾക്കും വസിക്കാൻ സ്ഥലം ആവശ്യമില്ലേ? ഉത്തരം എന്താണ്? എല്ലാ ജീവികൾക്കും വസിക്കാൻ സ്ഥലം ആവശ്യമുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് മത്സ്യങ്ങൾക്ക് കരയിൽ വസിക്കാൻ കഴിയാത്തത്? നിങ്ങളുടെ ഊഹം പറയൂ. മത്സ്യങ്ങളുടെ ശ്വസനാവയവങ്ങൾക്ക് ജലത്തിൽ നിന്ന് മാത്രമേ ഓക്സിജൻ വലിച്ചെടുക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ അവയ്ക്ക് കരയിൽ ജീവിക്കാൻ കഴിയില്ല. ഇനി അടുത്തത്, ജലത്തിൽ വസിക്കാൻ മത്സ്യത്തെ സഹായിക്കുന്ന എന്തെല്ലാം സവിശേഷതകൾ നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ട്? അതുപോലെ തന്നെ ഒരു മത്സ്യത്തിൻ്റെ ചിത്രം വരച്ചു നോക്കൂ. എന്തൊക്കെ സവിശേഷതകളാണുള്ളത്? രണ്ടറ്റവും കൂർത്ത ബോട്ട് പോലുള്ള നീണ്ട ശരീരം വെള്ളത്തിലൂടെ നീങ്ങാൻ മത്സ്യത്തെ സഹായിക്കുന്നു. അതുപോലെ തന്നെ അവയുടെ മീൻ ചിറകുകൾ നീന്താൻ സഹായിക്കുന്നു. ചെകിളകൾ വെള്ളത്തിൽ ശ്വസിക്കാൻ സഹായിക്കുന്നു. കട്ടിയുള്ള ചിതമ്പലുകൾ അവയെ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും സംരക്ഷിക്കുന്നു. ഇതൊക്കെയാണ് ജലത്തിൽ വസിക്കാൻ മത്സ്യത്തെ സഹായിക്കുന്ന ചില സവിശേഷതകൾ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, മത്സ്യത്തിൻ്റെ ആകൃതി എങ്ങനെയുള്ളതാണ്? രണ്ട് അറ്റവും കൂർത്ത ആകൃതി, ഒരു വഞ്ചി ഒക്കെ പോലെയുള്ള ഒരാകൃതിയാണ് ഉള്ളത്. ജലത്തിലൂടെയുള്ള സഞ്ചാരത്തിന് ഈ ആകൃതി എങ്ങനെ സഹായിക്കുന്നു? എങ്ങനെയാണ്? രണ്ടറ്റവും കൂർത്ത ബോട്ട് പോലെയുള്ള ആകൃതി മത്സ്യത്തിന് വെള്ളത്തിലൂടെ സുഗമമായി ഒഴുകി നടക്കാൻ സഹായിക്കുന്നു. വഞ്ചികളുടെ ആകൃതി നിരീക്ഷിക്കൂ. ജലത്തിലൂടെ സഞ്ചരിക്കുന്നതിന് ഇതിൽ ഏത് ആകൃതിയാണ് കൂടുതൽ അനുയോജ്യം? ഒരെണ്ണം രണ്ടറ്റവും കൂർത്ത ഒരു വഞ്ചിയാണ്, അടുത്തത് വട്ടം അല്ലേ? മത്സ്യങ്ങൾ സഞ്ചരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലേ? അവ സഞ്ചാര ദിശ മാറ്റുന്നത് എങ്ങനെയാണ്? മീൻ ചിറകുകളും അതുപോലെ തന്നെ വാലും ഉപയോഗിച്ചാണ് മത്സ്യങ്ങൾ അവയുടെ സഞ്ചാരദിശ മാറ്റുന്നത്. അവയുടെ ചെതുമ്പലുകൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്?
വളരെ കൃത്യതയോടെ അടുക്കടുക്കായി കട്ടിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് അവയ്ക്ക് ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും രക്ഷ നേടാനായി സഹായിക്കുന്നു. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മത്സ്യങ്ങൾക്ക് ശ്വസിക്കാൻ സഹായകമായ ശരീരഭാഗം ഏതാണ്? ചെകിളപ്പൂക്കൾ. അടുത്തത് ജലത്തിൽ ജീവിക്കാൻ സഹായിക്കുന്ന എന്തെല്ലാം സവിശേഷതകളാണ് മത്സ്യങ്ങൾക്കുള്ളത്? അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? രണ്ടറ്റവും കൂർത്ത ശരീരവും അതുപോലെ തന്നെ ചെകിളപ്പൂക്കളും മീൻ ചിറകുകളും എല്ലാം അവയെ ജലത്തിൽ ജീവിക്കാൻ സഹായിക്കുന്നു. ശരീരത്തിൻ്റെ ആകൃതി, ചിറകുകൾ, വാൽ ചിറക്, ചെതുമ്പലുകളുടെ ക്രമീകരണം, വഴുവഴുപ്പ് എന്നിവ ജലത്തിലൂടെ സഞ്ചരിക്കുന്നതിന് മത്സ്യങ്ങളെ സഹായിക്കുന്നു. ചെകിളപ്പൂക്കളുടെ സഹായത്തോടെയാണ് മത്സ്യങ്ങൾ ശ്വസിക്കുന്നത്. അപ്പോൾ നമ്മുടെ 2 ക്വസ്റ്റ്യനുമുള്ള ആൻസർ ഇതിലുണ്ട്. മത്സ്യങ്ങൾക്ക് ശ്വസിക്കാൻ സഹായകരമായ ഭാഗം എന്ന് പറയുന്നത് ചെകിളപ്പൂക്കൾ. അടുത്തത് ജലത്തിൽ ജീവിക്കാൻ സഹായിക്കുന്ന എന്തെല്ലാം സവിശേഷതകളാണ് മത്സ്യങ്ങൾക്കുള്ളത്? അതിനുള്ള ആൻസറാണ് ശരീരത്തിൻ്റെ ആകൃതി, ചിറകുകൾ, വാൽ ചിറക്, ചെതുമ്പലുകളുടെ ക്രമീകരണം, വഴുവഴുപ്പ് എന്നിവ. മത്സ്യങ്ങളുടെ വിവിധ സവിശേഷതകൾ മനസ്സിലാക്കിയല്ലോ. ഇനി സവിശേഷതയുള്ള ചില സസ്യങ്ങളെ പരിചയപ്പെടാം. ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഈ സസ്യങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? തണ്ടിൻ്റെ പ്രത്യേകത എന്താണ്? മറ്റു ചെടികളിൽ നിന്ന് വ്യത്യസ്തമായി എന്തെല്ലാം പ്രത്യേകതകളാണ് ഇവയ്ക്കുള്ളത്? ചർച്ച ചെയ്ത് എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതും. അപ്പോൾ ഈ ചെടികളുടെ പ്രത്യേകത എന്താണ്? തണ്ട് എങ്ങനെയുള്ളതാണ്? അതുപോലെ തന്നെ മറ്റു ചെടികളിൽ നിന്ന് വ്യത്യസ്തമായി എന്തെല്ലാം പ്രത്യേകതകളാണ് ഇവയ്ക്കുള്ളത്? അപ്പോൾ അതൊന്ന് നോക്കാം. മരുഭൂമിയിലെ സസ്യങ്ങൾ, മരുരൂഹങ്ങൾ. നമ്മൾ കണ്ട ചെടികൾ എന്താണ്? മരുരൂഹങ്ങൾ, മരുഭൂമിയിൽ വളരുന്ന സസ്യങ്ങളാണ്. മരുഭൂമിയിലെ സസ്യങ്ങൾ ഇലയില്ലാത്തതോ ചെറിയ ഇലകളുള്ളതോ മുള്ളുകളുള്ളതോ ആകാം. അപ്പോൾ അവയുടെ ഒന്നാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവയ്ക്ക് ഇല ഉണ്ടാവില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ചെറിയ ഇലകളാകും, അല്ലെങ്കിൽ മുള്ളുകളുള്ളതുമാകും. അവയുടെ തണ്ടുകൾ കനമുള്ളതും പച്ച നിറമുള്ളവയും ജലം സംഭരിച്ചു വയ്ക്കാൻ കഴിയുന്നവയുമാണ്. അപ്പോൾ രണ്ടാമത്തെ ഒരു പ്രത്യേകത അതാണ്. അവയുടെ തണ്ടുകൾ കനമുള്ളതാണ്, പച്ച നിറമുള്ളതാണ്, അതുപോലെ തന്നെ ജലം സംഭരിച്ചു വയ്ക്കാൻ കഴിയുന്നതുമാണ്. തണ്ടുകളിൽ മെഴുകുപോലെയുള്ള ഒരു ആവരണമുണ്ട്. അവയുടെ തണ്ടുകളിൽ എങ്ങനെയാണ്? മെഴുകുപോലെയുള്ള ഒരു ആവരണമുണ്ട്. ഈ ആവരണം ജലനഷ്ടം തടയാൻ അവയെ സഹായിക്കുന്നു. മണ്ണിലേക്ക് വളരെയധികം താഴ്ന്നിറങ്ങാൻ കഴിയുള്ള അവയുടെ വേരുകൾ ആഴത്തിൽ നിന്നുപോലും ജലം വലിച്ചെടുക്കും. പിന്നെയുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? മണ്ണിലേക്ക് വളരെയധികം ആഴ്ന്നിറങ്ങാൻ കഴിയുള്ള വേരുകളാണ് ഇവയ്ക്കുള്ളത്. മരുഭൂമിയിലെ സസ്യങ്ങൾ മരുരൂഹങ്ങൾ, സെറോഫൈറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. മേൽ സൂചിപ്പിച്ച സവിശേഷതകളെല്ലാം മരുഭൂമിയിൽ വസിക്കുന്നതിന് അവയെ പ്രാപ്തമാക്കുന്നു. അപ്പോൾ മരുഭൂമിയിലെ സസ്യങ്ങളുടെ പ്രത്യേകതകൾ എന്താണ് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ഇത് എഴുതാവുന്നതാണ്. അനുകൂലനം, അഡാപ്റ്റേഷൻ. സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും അവ ജീവിക്കുന്ന ചുറ്റുപാടിന് അനുയോജ്യമായ ശരീര സവിശേഷതകളുണ്ട്. ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുന്നതിന് സഹായകമായ ശാരീരിക സവിശേഷതയാണ് അനുകൂലനം. എന്താണ് അനുകൂലനം എന്ന് പറഞ്ഞാൽ? സസ്യങ്ങൾക്കായാലും ജന്തുക്കൾക്കായാലും അവ ജീവിക്കുന്ന ചുറ്റുപാടിനനുസരിച്ചിട്ടുള്ള ശാരീരിക സവിശേഷതകളാണ് ഉള്ളത്. ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുന്നതിന് സഹായകമായ ശാരീരിക സവിശേഷതയെയാണ് നമ്മൾ അനുകൂലനം അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ഒരു ആമ്പലും തവളയും തമ്മിലുള്ള സംഭാഷണമാണ്. തണ്ടുകളിലെ വായു അറകളുടെ സഹായത്തോടെയാണ് ഞങ്ങൾ വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്നത്. ആമ്പലുകൾ എങ്ങനെയാണ് വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്നത്? തണ്ടുകളിലെ വായു അറകളുടെ സഹായത്തോടെ. ഇനി തവള പറയാണ്, വിരലുകൾ തമ്മിൽ ബന്ധിച്ചിരിക്കുന്നത് മൂലം വെള്ളത്തിലൂടെ നീന്താൻ ഞങ്ങൾക്ക് കഴിയും. തവളയുടെ വിരലുകൾ കണ്ടിട്ടില്ലേ? അതിലെങ്ങനെയാണ്? വിരലുകൾ തമ്മിൽ ചർമ്മം കൊണ്ട് ബന്ധിച്ചിരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ തുഴ പോലെ തുഴഞ്ഞ് വെള്ളത്തിൽ സഞ്ചരിക്കാൻ കഴിയും. ഇനി ആമ്പലിൻ്റെയും തവളയുടെയും പ്രത്യേകതകൾ എന്താണ് എന്ന് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എഴുതാം. ആമ്പലിൻ്റെ പ്രത്യേകത: വിസ്താരമുള്ള ഇലകൾ സൂര്യപ്രകാശം വലിച്ചെടുക്കുന്നതിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ മെഴുകുപോലെയുള്ള ആവരണം വെള്ളത്തിൽ നശിക്കാതെ നിൽക്കുന്നതിന് സഹായിക്കുന്നു.
വെള്ളത്തിൽ പതിഞ്ഞുകിടക്കുന്ന വേരുകൾ മണ്ണിൽ ഉറച്ചു നിൽക്കാൻ സഹായിക്കുന്നു. തണ്ടുകളിലെ വായു അറകൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ സഹായിക്കുന്നു. ഇതൊക്കെയാണ് വെള്ളത്തിൽ ജീവിക്കുന്നതിന് ആമ്പലിന് ഉള്ള അനുകൂലനങ്ങൾ. ഇനി തവളയുടേതാണ്. വെള്ളത്തിലും പുറത്തും ശ്വസിക്കാൻ കഴിയുന്നു. തവളയ്ക്ക് ശ്വസനാവയവം കൂടാതെ ത്വക്കിലൂടെയും ശ്വസിക്കാൻ കഴിയും. വലുതും ശക്തിയുള്ളതുമായ കാലുകൾ ചാടി നടക്കാൻ സഹായിക്കുന്നു. ചർമ്മം കൊണ്ട് ബന്ധിച്ച വിരലുകളായതിനാൽ വെള്ളത്തിൽ നീന്താൻ കഴിയുന്നു. തലയുടെ ഇരുവശത്തുമുള്ള വലിയ കണ്ണുകൾ ഇരയെ കണ്ടെത്താൻ സഹായിക്കുന്നു. ഇതൊക്കെയാണ് തവളയുടെ പ്രത്യേകത. ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ചിത്രത്തിലെ ജീവികൾ എവിടെല്ലാമാണ് വസിക്കുന്നത്? ആട്, ചെമ്മീൻ, ആമ. ഇവർ എവിടെയൊക്കെയാണ് വസിക്കുന്നത്? ആട് കരയിൽ, ചെമ്മീൻ വെള്ളത്തിൽ, ആമ കരയിലും വെള്ളത്തിലും. 3 പേരും വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ് വസിക്കുന്നത്. ആടിന് കരയിൽ മാത്രമേ ജീവിക്കാൻ കഴിയൂ, ചെമ്മീനിന് വെള്ളത്തിൽ, ആമയ്ക്കോ കരയിലും വെള്ളത്തിലും ജീവിക്കാം. നിങ്ങൾക്ക് പരിചിതമായ മറ്റു ജീവികളുടെ പേരുകൾ എഴുതി പട്ടിക പൂർത്തിയാക്കൂ. കരയിൽ ജീവിക്കുന്നവ, വെള്ളത്തിൽ ജീവിക്കുന്നവ, കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവ. പൂർത്തിയാക്കിയ പട്ടികയിലെ വിവരങ്ങൾ വിശകലനം ചെയ്ത് നിഗമനങ്ങൾ എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. മരുഭൂമിയിലും ധ്രുവപ്രദേശങ്ങളിലും ജീവികൾ വസിക്കുന്നുണ്ടല്ലോ. എന്തെല്ലാം അനുകൂലനങ്ങളാണ് അവയ്ക്കുള്ളത്? മരുഭൂമിയിൽ ജീവികളുണ്ട്, അതുപോലെ തന്നെ ധ്രുവപ്രദേശങ്ങളിൽ മഞ്ഞുപ്രദേശങ്ങളിലും ജീവികളുണ്ട്. അവയുടെ പ്രത്യേകത എഴുതാനും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആദ്യം നമുക്ക് കരയിൽ ജീവിക്കുന്നവ എഴുതാം. പശു, നായ, പൂച്ച, ആന. ഇനി വെള്ളത്തിൽ ജീവിക്കുന്നതോ? തിമിംഗലം, മത്സ്യങ്ങൾ, കടൽക്കുതിര, നീരാളി. ഇതൊക്കെ വെള്ളത്തിലാണ്. ഇനി കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവ ആമ, തവള, മുതല, നീർനായ. ഇതൊക്കെയാണ്. മരുഭൂമിയിൽ ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നത് മുതുകിലെ കൊഴുപ്പാണ്. ഒട്ടകം പറയാണ്, കണ്ടില്ലേ? ഒട്ടകത്തിൻ്റെ മുതുകിലൊരു കൂന് പോലെയുണ്ട് അല്ലേ? ത്വക്കിനടിയിലെ കൊഴുപ്പാണ് ധ്രുവപ്രദേശത്തെ അതിശൈത്യത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്നത്. അപ്പോൾ പെൻഗ്വിൻ പറയാണ്, ത്വക്കിനടിയിലെ കൊഴുപ്പാണ് ഞങ്ങളെ ധ്രുവപ്രദേശത്തെ അതിശൈത്യത്തിൽ നിന്ന്, അതിയായ തണുപ്പിൽ നിന്ന് സംരക്ഷിക്കുന്നത് എന്നാണ് പറയുന്നത്. ഒട്ടകത്തിനും പെൻഗ്വിനുമുള്ള മറ്റു അനുകൂലനങ്ങൾ കണ്ടെത്തി ചർച്ച ചെയ്ത് പട്ടികപ്പെടുത്തൂ. ഒട്ടകത്തിൻ്റെ പുറത്തുള്ള കൂനിൽ അവയ്ക്ക് വേണ്ട കൊഴുപ്പ് സൂക്ഷിക്കുന്നു. അത് അവയ്ക്ക് വേണ്ട ഊർജം നൽകുന്നു. അതുപോലെ തന്നെ തിങ്ങി നിൽക്കുന്ന ചെറുരൂപങ്ങൾ ചൂടിനെ തടുക്കുന്നു. വലിയ കാലുകൾ മണലിൽ നടക്കാൻ സഹായിക്കുന്നു. ഇതൊക്കെയാണ് മരുഭൂമിയിൽ ജീവിക്കാൻ ഒട്ടകത്തിനുള്ള അനുകൂലനങ്ങൾ. ഇനി പെൻഗ്വിനാണ്. ത്വക്കിനടിയിലെ കട്ടിയുള്ള കൊഴുപ്പ് അവയ്ക്ക് വേണ്ട ഊർജം നൽകുന്നു. നീന്തൽക്കാർ അണിയുന്ന കാലിലെ തകിടു പോലെയാണ് അവയുടെ ചിറകുകൾ. ഇത് നീന്താൻ സഹായിക്കുന്നു. കട്ടിയുള്ള തൂവലുകളും അതിനടിയിലെ കൊഴുപ്പും അവയ്ക്ക് ശരീരത്തിന് ഇളം ചൂട് നൽകുന്നു. ഇതൊക്കെയാണ് പെൻഗ്വിൻ്റെ സവിശേഷതകൾ. വെള്ളം കുടിക്കാതെയും ഒരു ജീവിതം. കങ്കാരു എലി. മരുഭൂമിയിൽ കാണപ്പെടുന്ന ഒരു ചെറുജീവിയാണ് കങ്കാരു എലി. മരുഭൂമിയിൽ ജീവിക്കുന്നതിനുള്ള നിരവധി അനുകൂലനങ്ങൾ ഇതിനുണ്ട്. പകൽ സമയത്തെ ചൂട് അതിജീവിക്കുന്നതിന് വളരെ ആഴത്തിൽ മാളങ്ങളുണ്ടാക്കി അതിനുള്ളിൽ ജീവിക്കുന്നു. രാത്രികാലങ്ങളിലാണ് ഇര തേടുന്നത്. ഒട്ടും തന്നെ വെള്ളം കുടിക്കാതെ ജീവിക്കാൻ ഇവയ്ക്ക് കഴിയും. പ്രധാന ആഹാരമായ ധാന്യങ്ങളിൽ നിന്നും വിത്തുകളിൽ നിന്നും ശരീരത്തിലെ കൊഴുപ്പിൽ നിന്നും ഇവയ്ക്ക് ആവശ്യമായ ജലം ലഭിക്കുന്നു. വിയർപ്പിലൂടെയും മൂത്രത്തിലൂടെയുമുള്ള ജലനഷ്ടം വളരെ കുറവാണ്. നീളം കൂടിയ പിൻകാലുകൾ ഉപയോഗിച്ച് കങ്കാരുവിനെ പോലെ ചാടിച്ചാടിയാണ് നടക്കുന്നത്. കവിൾഭാഗത്തുള്ള സഞ്ചിയിൽ ധാന്യങ്ങളും വിത്തുകളും ശേഖരിച്ചു വയ്ക്കാനും കഴിയും. അപ്പോൾ മരുഭൂമിയിൽ ജീവിക്കുന്ന കങ്കാരു എലിയെ പറ്റിയാണ് പറയുന്നത്. വെള്ളം കുടിക്കാതെ ജീവിക്കാൻ കഴിയും. അതുപോലെ തന്നെ രാവിലെ പകൽ സമയങ്ങളിൽ ഇവ വളരെ ആഴത്തിലുള്ള മാളങ്ങളിൽ ഒളിച്ചിരുന്ന് രാത്രിയിലാണ് ഇരപിടിക്കുന്നത്. അതുപോലെ തന്നെ ഇവയ്ക്കുണ്ടാകുന്ന ജലനഷ്ടം വിയർപ്പിലൂടെയും മൂത്രത്തിലൂടെയും ഒന്നും അങ്ങനെ ഒരുപാട് ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ നീളം കൂടിയ പിൻകാലുകൾ ഉപയോഗിച്ച് കങ്കാരു നടക്കുന്നത് പോലെയാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് കങ്കാരു എലി എന്ന് പേര് വന്നത്. പിന്നെ കവിൾ ഭാഗത്തൊരു സഞ്ചി പോലെയുണ്ട്. അതിലാണ് ധാന്യങ്ങളും ഭക്ഷണ സാധനങ്ങളും മറ്റും സൂക്ഷിച്ച് വയ്ക്കുന്നത്.
അപ്പോൾ മരുഭൂമിയിൽ ജീവിക്കാൻ കങ്കാരു എലിക്ക് ഒരുപാട് അനുകൂലനങ്ങളുണ്ട്. ഇനി ഒരു കൊക്കും അതുപോലെ തന്നെ ഒരു മീനും തമ്മിലുള്ള സംഭാഷണമാണ്. കൊക്ക് പറയാണ്, ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായതെല്ലാം വയലിലുണ്ട്. അവർക്ക് ജീവിക്കാനുള്ളതെല്ലാം വയലിൽ നിന്ന് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ മീൻ പറയാണ്, ഞങ്ങൾക്ക് വേണ്ടതെല്ലാം കുളത്തിലുണ്ടല്ലോ, ഞങ്ങൾക്ക് വേണ്ടത് കുളത്തിലുമുണ്ട് എന്നാണ് മീൻ പറയുന്നത്. കൊക്കിന് വയലിൽ നിന്ന് എന്തെല്ലാമാണ് ലഭിക്കുന്നത്? ചെറുജീവികൾ, അതുപോലെ തന്നെ ചെറിയ മീനുകൾ, പിന്നെയോ പ്രാണികൾ, മണ്ണിര, ഇതൊക്കെ കിട്ടും. മത്സ്യത്തിന് കുളത്തിൽ നിന്ന് എന്തെല്ലാം ലഭിക്കും? വാസസ്ഥലം ലഭിക്കും, അതുപോലെ തന്നെ ഭക്ഷണം, പിന്നെ ശ്വസിക്കാനുള്ള അന്തരീക്ഷം, ഓക്സിജൻ എല്ലാം അതിൽ നിന്ന് ലഭിക്കും. ഒരു ജീവി വസിക്കുന്ന ചുറ്റുപാടാണ് അതിൻ്റെ വാസസ്ഥലം അഥവാ ആവാസം, ഹാബിറ്റാറ്റ്. ജീവിയുടെ നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ആവാസത്തിലുണ്ട്. കുളം, പുഴ, വയൽ എന്നിവ ആവാസങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. എന്താണ് ആവാസം എന്ന് പറഞ്ഞാൽ? ഒരു ജീവി വസിക്കുന്ന ചുറ്റുപാടാണ് അതിൻ്റെ വാസസ്ഥലം, ആവാസം എന്ന് പറയുന്നത്. ആ ജീവിയുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ആ ആവാസ സ്ഥലത്ത് ഉണ്ടാകും. അതിന് ഉദാഹരണമാണ് കുളം, പുഴ, വയൽ എന്നിവ. ആവാസങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ ചർച്ച ചെയ്ത് കണ്ടെത്തി എഴുതൂ എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ്? വൃക്ഷം ഒരു ആവാസ സ്ഥലമാണ് അല്ലേ? ഒരുപാട് പക്ഷികളും മറ്റു ജീവികളുമെല്ലാം വൃക്ഷത്തിലുണ്ട്. അതുപോലെയുള്ള ഒരു ആവാസം എന്ന് പറയുന്നതാണ് കണ്ടൽക്കാട്, മരുഭൂമി, പുൽമേട് എന്നിവ. വിവിധതരം ആവാസങ്ങൾ, ചിത്രം നോക്കൂ, എന്തൊക്കെയുണ്ട്? പുൽമേടുകളുണ്ട്, കുന്നിൻ പ്രദേശമുണ്ട്, മരുഭൂമിയുണ്ട്, സമുദ്രമുണ്ട്, അതുപോലെ തന്നെ മഞ്ഞുപ്രദേശമുണ്ട്. എല്ലാം കൂടി കൊടുത്തിരിക്കുന്നതാണ് ആ ചിത്രം. വയൽ ഒരു ആവാസമാണല്ലോ. അതിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ നിരവധി ഘടകങ്ങളുണ്ട്. ഏതെല്ലാമാണവ? ചർച്ച ചെയ്ത് എഴുതൂ. വയലിൽ കാണുന്നതാണ് എഴുതേണ്ടത്. സസ്യങ്ങൾ, അതുപോലെ തന്നെ തവള, മണ്ണിര, പുൽച്ചാടി, ഇതൊക്കെ ജീവനുള്ളതാണ്. ജീവനില്ലാത്തത് മണ്ണ്, വെള്ളം, വായു, കല്ല്. പ്രകൃതിദത്തമായ ആവാസങ്ങളും മനുഷ്യനിർമ്മിതമായ ആവാസങ്ങളുമുണ്ട്. വനം പ്രകൃതിദത്ത ആവാസത്തിന് ഉദാഹരണമാണ്. സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനമോ? വനം ഒരു പ്രകൃതിദത്ത ആവാസമാണ്. നമുക്കറിയാം, നമ്മൾ ഉണ്ടാക്കിയതല്ല, അത് പ്രകൃതിദത്തമാണ് അല്ലേ? ഇനി സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനമോ? മനുഷ്യനിർമ്മിതമാണ് അല്ലേ? സ്കൂളിലെ ടീച്ചേഴ്സും കുട്ടികളുമൊക്കെ ഉണ്ടാക്കിയതാണ് ജൈവ വൈവിധ്യ ഉദ്യാനം. പ്രകൃതിദത്ത ആവാസങ്ങൾക്കും മനുഷ്യനിർമ്മിത ആവാസങ്ങൾക്കും കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതൂ. അപ്പോൾ പ്രകൃതിയാലുള്ളത് എഴുതണം, ആവാസം, അതുപോലെ തന്നെ മനുഷ്യൻ നിർമ്മിച്ചതും. അപ്പോൾ എഴുതി നോക്കാം. പ്രകൃതിദത്ത ആവാസങ്ങളിലുള്ളതാണ് കാട്, കുളം, മരുഭൂമി എന്നിവ. ഇനി മനുഷ്യനിർമ്മിത ആവാസങ്ങൾക്ക് ഉദാഹരണമാണ് നഗരങ്ങൾ, അതുപോലെ തന്നെ കൃഷിസ്ഥലങ്ങൾ, ജൈവ വൈവിധ്യ ഉദ്യാനം എന്നിവ. ഒരു ആവാസത്തിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ നിരവധി ഘടകങ്ങളുണ്ട്. സസ്യങ്ങൾ, ജന്തുക്കൾ, സൂക്ഷ്മജീവികൾ എന്നിവ ജീവനുള്ള ഘടകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. മണ്ണ്, വായു, ജലം, സൂര്യപ്രകാശം തുടങ്ങിയവയാണ് ജീവനില്ലാത്ത ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടവ. അപ്പോൾ ഒരു ആവാസ വ്യവസ്ഥിതിയിൽ ജീവനുള്ളതുമുണ്ട് ജീവനില്ലാത്തതുമുണ്ട്. ജീവനുള്ളത് ഏതാണെന്ന് നമുക്കറിയാം അല്ലേ? ഏതൊക്കെയാണ്? സസ്യങ്ങളുണ്ട്, ജന്തുക്കളുണ്ട്, സൂക്ഷ്മജീവികളൊക്കെ അതിൽപ്പെടുന്നതാണ്. എന്നാൽ ജീവനില്ലാത്തവയിൽ പെടുന്നതാണ് മണ്ണ്, വായു, ജലം, സൂര്യപ്രകാശം എന്നിവ. വായു, ജലം, മണ്ണ്, സൂര്യപ്രകാശം തുടങ്ങിയ ജീവനില്ലാത്ത ഘടകങ്ങളെ ജീവികൾ ആശ്രയിക്കുന്നില്ലേ? ഇതുപോലെ ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നുമുണ്ട്. ഒരു പ്രദേശത്ത് ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും പരസ്പരാശ്രയത്തിൽ കഴിയുന്നു. നമുക്കറിയാം അല്ലേ? നമുക്ക് ജീവനുള്ള മനുഷ്യർക്കായാലും മൃഗങ്ങൾക്കായാലും എന്ത് വേണം? വായു വേണം, ജലം വേണം, അതുപോലെ തന്നെ സൂര്യപ്രകാശമൊക്കെ വേണം, മണ്ണ് വേണം നമുക്ക് കൃഷി ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ പരസ്പരം ആശ്രയിച്ചാണ് കഴിയുന്നത്. അതുപോലെ തന്നെ ജീവനുള്ള വസ്തുക്കളും തമ്മിൽ ഒരു ആശ്രയമുണ്ട്, പരസ്പര ആശ്രയമുണ്ട്. എങ്ങനെയാണ്? ചെറുജീവികളെ വലിയ ജീവികൾ ഭക്ഷണമാക്കുന്നു. നമ്മളിപ്പോൾ ഇറച്ചിയൊക്കെ കഴിക്കാറുണ്ട്, അതുപോലെ തന്നെ മീനൊക്കെ കഴിക്കാറില്ലേ? അങ്ങനെയാണ് ജീവനുള്ളവ തമ്മിൽ പരസ്പരം ആശ്രയിക്കുന്നത്. ചിത്രം നിരീക്ഷിക്കൂ. ആര് ആരെയെല്ലാം ആശ്രയിക്കുന്നു?
വരച്ചു യോജിപ്പിച്ച് കുറിപ്പ് തയ്യാറാക്കുക. സൂര്യനുണ്ട് അല്ലേ? സൂര്യനിൽ നിന്ന് സൂര്യപ്രകാശം ഉപയോഗിച്ചാണ് ചെടി ഭക്ഷണം തയ്യാറാക്കുന്നത്, സസ്യങ്ങൾ ഭക്ഷണം തയ്യാറാക്കുന്നത്. ഇനി ആ സസ്യത്തെയാണ് പുൽച്ചാടി കഴിക്കുന്നത്. ഈ പുൽച്ചാടിയെയാണ് തവള ഭക്ഷിക്കുന്നത്. തവളയെ ആര് ഭക്ഷിക്കുന്നു? പാമ്പ് ഭക്ഷിക്കുന്നു. പാമ്പിനെ കഴുകൻ ഭക്ഷിക്കുന്നു. പിന്നീട് ഈ കഴുകൻ മണ്ണിലാണ് ജീർണിക്കുന്നത് അല്ലേ? അതിൽ നിന്നാണ് പിന്നെ വളമൊക്കെ വലിച്ചെടുത്ത് മറ്റു സസ്യങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ ഈ ഒരു ചക്രം തുടർന്നുകൊണ്ടേയിരിക്കും. ആവാസവ്യവസ്ഥ, എക്കോസിസ്റ്റം. ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും പരസ്പരാശ്രയത്തിൽ കഴിയുന്ന ചുറ്റുപാടാണ് ആവാസവ്യവസ്ഥ. വൃക്ഷം, വയൽ, കുളം, അരുവി, കുന്ന്, കാവ് തുടങ്ങിയവ ചെറിയ ആവാസവ്യവസ്ഥകളാണ്. വനം, പുൽമേട്, മരുഭൂമി, കടൽ, ധ്രുവപ്രദേശം തുടങ്ങിയവ വലിയ ആവാസവ്യവസ്ഥകളാണ്. അപ്പോൾ ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും പരസ്പരാശ്രയത്തിൽ കഴിയുന്നതാണ് ഒരു ആവാസവ്യവസ്ഥ അല്ലെങ്കിൽ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ ചെറിയ ആവാസവ്യവസ്ഥ എന്ന് പറയുന്നത് വൃക്ഷം, വയൽ, കുളം, അരുവി, കുന്ന് ഇതൊക്കെയാണ്. എന്നാൽ വലിയ ആവാസവ്യവസ്ഥ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? വനം, പുൽമേട്, മരുഭൂമി, കടൽ, ധ്രുവപ്രദേശം ഇതൊക്കെയാണ്. ഒരു ആവാസവ്യവസ്ഥയിലെ പരസ്പരാശ്രയത്വം എങ്ങനെയെല്ലാമാണ്? ഒരു ആവാസവ്യവസ്ഥയിൽ എങ്ങനെയാണ് പരസ്പരം ആശ്രയിക്കുന്നത്? ഉദാഹരണ സഹിതം വ്യക്തമാക്കുക. ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും തമ്മിൽ എങ്ങനെയൊക്കെയാണ് പരസ്പരം ആശ്രയിക്കുന്നത്? ജീവനുള്ള ഘടകങ്ങൾക്ക് ജീവനില്ലാത്ത ഘടകങ്ങൾ ആശ്രയമാകുന്നത് എങ്ങനെയാണ്? ജീവനുള്ള മൃഗങ്ങൾക്കും പക്ഷികൾക്കും മനുഷ്യർക്കുമെല്ലാം വായു, വെള്ളം, അതുപോലെ തന്നെ മണ്ണ്, സൂര്യപ്രകാശം ഇതെല്ലാം വേണ്ടേ? അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതാണ് ഒന്ന്. അതുപോലെ തന്നെ ജീവനുള്ള ഘടകങ്ങളും തമ്മിലുള്ള ആശ്രയം എന്ന് പറയുന്നത് ചെറിയ ജീവികളെ വലിയ ജീവികൾ ഭക്ഷണമാക്കുന്നു. ആവാസവ്യവസ്ഥകളുടെ നാശം കുന്നിനുമുണ്ട് പറയാൻ. നമ്മുടെ നാട്ടിൽ പലയിടത്തും ഞങ്ങളെ കാണാം. കുന്നുകയറാത്തവരായി ആരെങ്കിലും ഉണ്ടോ? മണ്ണിര മുതൽ കുറുനരി വരെ എത്ര ജീവികൾക്കാണ് ഞങ്ങൾ വാസസ്ഥലം ഒരുക്കുന്നത്. കൂടാതെ വൈവിധ്യമാർന്ന സസ്യങ്ങൾക്കും ഞങ്ങൾ മഴവെള്ളം സംഭരിച്ചു വയ്ക്കുന്നു. പിന്നീട് കിണറുകളിലേക്കും അരുവികളിലേക്കും വയലുകളിലേക്കും ഞങ്ങൾ ആ വെള്ളം നൽകുന്നു. കാറ്റിനെ നിയന്ത്രിക്കാനും ചൂട് കുറയ്ക്കാനും ഞങ്ങൾക്ക് കഴിയും. കണ്ടില്ലേ, ഞങ്ങൾ ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ്. ഞങ്ങളുടെ പ്രാധാന്യം മനുഷ്യർ തിരിച്ചറിയുന്നുണ്ടോ? ആരാണിത് പറയുന്നത്? കുന്നാണ് പറയുന്നത് അല്ലേ? നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും കുന്നുകളുണ്ട്. കുന്ന് കയറാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ കുന്ന് പറയുകയാണ്, മണ്ണിര മുതൽ കുറുനരി വരെ കുറേ ജീവികൾക്ക് ഞങ്ങൾ വാസസ്ഥലം ഒരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൈവിധ്യമാർന്ന സസ്യങ്ങളും ഞങ്ങളുടെ മുകളിൽ ഇങ്ങനെ വളരുന്നുണ്ട്. അതുപോലെ തന്നെ മഴവെള്ളം സംഭരിച്ചു വയ്ക്കുന്നു. പിന്നീട് ആ വെള്ളം കിണറുകളിലേക്കും അരുവികളിലേക്കും വയലുകളിലേക്കും എല്ലാം ഞങ്ങൾ ആ വെള്ളം നൽകുന്നുണ്ട്. കാറ്റിനെ നിയന്ത്രിക്കാനും ചൂട് കുറയ്ക്കാനും എല്ലാം ഞങ്ങൾക്ക് കഴിയുമെന്നാണ് പറയുന്നത്. പക്ഷേ മനുഷ്യരെന്താണ് ചെയ്യുന്നത്? ഇന്ന് ആ കുന്നുകളൊക്കെ ഇടിക്കുകയാണ്, മണ്ണിനും കല്ലിനുമൊക്കെ വേണ്ടി. കണ്ടില്ലേ JCB വന്ന് കുന്നൊക്കെ ഇടിക്കുന്നത്? കുന്നിൻ്റെ ആത്മകഥം വായിച്ചല്ലോ. കുന്നുകൾ ഇല്ലാതാകുന്നത് കൊണ്ട് എന്തെല്ലാം ദോഷങ്ങളുണ്ട്? ആവാസവ്യവസ്ഥയെ ദോഷമായി ബാധിക്കുന്ന മനുഷ്യ ഇടപെടലുകൾ എന്തെല്ലാമാണെന്ന് ചർച്ച ചെയ്തെഴുതൂ. എന്തൊക്കെയാണ് ആവാസവ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ? കുന്നിടിക്കൽ, കീടനാശിനികളുടെ അമിത ഉപയോഗം, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം, വ്യാവസായിക മലിനീകരണം, വനനശീകരണം ഇതൊക്കെയാണ് ഒരു ആവാസവ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്ന മനുഷ്യ ഇടപെടലുകൾ. ഇനിയും ഒരുപാടുണ്ട്, കണ്ടെത്തി എഴുതൂ. മലിനീകരണം. മണ്ണിര പറയുന്നത് നോക്കൂ. കർഷകമിത്രം എന്നാണ് ഞങ്ങളെ വിളിക്കുന്നത്. ഇപ്പോൾ മലിനീകരണം കാരണം മണ്ണിൽ ജീവിക്കാൻ പറ്റാതെ വന്നിരിക്കുകയാണ്. മണ്ണിരകളെ എന്താണ് വിളിക്കുന്നത്? കർഷകമിത്രം എന്നാണ് വിളിക്കുന്നത്. കൃഷിയെ സഹായിക്കുന്നത് കൊണ്ടാണ്. മണ്ണിര പറയുന്നത് ശ്രദ്ധിച്ചല്ലോ. നിങ്ങളുടെ വീട്ടിലും പരിസര പ്രദേശങ്ങളിലും കാണുന്ന മാലിന്യങ്ങൾ ഏതെല്ലാം? നിങ്ങളുടെ സ്കൂളിലെ മാലിന്യ നിർമ്മാർജ്ജനം എങ്ങനെയാണെന്ന് കണ്ടെത്തി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. അപ്പോൾ കർഷകമിത്രം എന്നറിയപ്പെടുന്ന മണ്ണിരയ്ക്ക് മണ്ണിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഉള്ളത്, കാരണം മലിനീകരണം കൊണ്ട്. ഇനി നിങ്ങളുടെ വീട്ടിലും പരിസര പ്രദേശങ്ങളിലും കാണുന്ന മാലിന്യങ്ങൾ എന്തൊക്കെയാണ്?
അതൊന്ന് കണ്ടുപിടിച്ച് എഴുതണം. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിലെ മാലിന്യ നിർമ്മാർജ്ജനം, സ്കൂളിൽ വരുന്ന മാലിന്യങ്ങൾ എങ്ങനെയാണത് നിർമ്മാർജ്ജനം ചെയ്യുന്നത് എന്ന് റിപ്പോർട്ട് തയ്യാറാക്കണം. ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. മാലിന്യങ്ങൾ ചുറ്റുപാടിലേക്ക് വലിച്ചെറിയുന്നത് ആവാസങ്ങൾക്ക് ദോഷകരമാണ്. കണ്ടില്ലേ, പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതുപോലെ തന്നെ വയലുകളിൽ കീടനാശിനികൾ അടിക്കുന്നതുമൊക്കെ. മണ്ണ് മലിനമാക്കുന്ന മറ്റു പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്ന് ചർച്ച ചെയ്ത് എഴുതുക. എന്തൊക്കെയാണ്? കൃഷിയിടങ്ങളിൽ അമിതമായി കീടനാശിനി ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ അമിതമായ രാസവള പ്രയോഗം, പ്ലാസ്റ്റിക് പോലുള്ള മാലിന്യങ്ങൾ തള്ളുന്നത്, അതുപോലെ തന്നെ മണ്ണിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഇതൊക്കെയാണ് മണ്ണിൻ്റെ മലിനീകരണത്തിന് പ്രധാന കാരണം. ഇനി മണ്ണ് മലിനീകരണം ആവാസ വ്യവസ്ഥയെ ഏതെല്ലാം രീതിയിൽ ബാധിക്കുന്നു ചർച്ച ചെയ്ത് എൻ്റെ പരിസര പുസ്തകത്തിൽ എഴുതൂ. ഇതുപോലെ നമ്മുടെ പരിസരത്ത് മറ്റെന്തെല്ലാമാണ് മലിനമാക്കപ്പെടുന്നത്? ചിത്രങ്ങൾ നിരീക്ഷിച്ച് വായു മലിനീകരണ സന്ദർഭങ്ങൾ എന്തെല്ലാമെന്ന് കണ്ടെത്തൂ. കണ്ടില്ലേ, അടുപ്പ് പുകയ്ക്കുന്നത് വിറകടുപ്പാണ്. അതിൽ നിന്നുണ്ടാകുന്ന പുക മലിനീകരണം ഉണ്ടാക്കുന്നു. ഫാക്ടറിയിൽ നിന്നുള്ള പുക, പിന്നെയോ കാട്ടുതീയിൽ നിന്നുള്ള പുക, അതുപോലെ തന്നെ കീടനാശിനികൾ, ഇതെല്ലാം വായു മലിനീകരണത്തിനും കാരണമാകുന്നു. വായു മലിനീകരണം കൊണ്ടുള്ള ദോഷങ്ങൾ എന്തെല്ലാമെന്ന് ചർച്ച ചെയ്ത് എഴുതൂ. വായു മലിനീകരണം നമ്മുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു. ഓരോ വർഷവും വായു മലിനീകരണം മൂലം വിവിധ രോഗങ്ങൾ ബാധിച്ച് ഏകദേശം 70 ലക്ഷം മനുഷ്യർ ലോകത്ത് മരിക്കുന്നുണ്ട്. മനുഷ്യരെ മാത്രമല്ല, മൃഗങ്ങളെയും സസ്യങ്ങളെയും വായു മലിനീകരണം ദോഷകരമായി ബാധിക്കും. കാർഷിക വിളകൾ കുറയുന്നത്, ആസിഡ് മഴ, ആഗോളതാപനം, ഓസോൺ പാളിയുടെ നാശം എന്നിവയെല്ലാം വായു മലിനീകരണത്തിൻ്റെ ദോഷഫലങ്ങളാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വായു മലിനീകരണം കൊണ്ട് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കണം. ഞങ്ങൾ നിരീക്ഷിക്കൂ. കണ്ടില്ലേ, ജലം മലിനമാക്കുന്നതാണ്. മത്സ്യബന്ധനം നടത്തുന്നു, അതുപോലെ തന്നെ പുഴയിലേക്ക് അല്ലെങ്കിൽ ജലസ്രോതസ്സിലേക്ക് മലിനജലം ഒഴുക്കിവിടുന്നു. ജലം മലിനമാകുന്ന സാഹചര്യങ്ങൾ എന്തെല്ലാമാണ്? ജലം മലിനമാകുന്നത് കൊണ്ട് ജീവികളെയും മനുഷ്യരെയുമെല്ലാം എങ്ങനെയെല്ലാം ബാധിക്കും? വിവിധ രാസജൈവ പദാർത്ഥങ്ങളുടെ സാന്നിധ്യം മൂലം ജലം മലിനമാകുന്നു. മലിനജലം വിവിധ ആരോഗ്യ പ്രശ്നങ്ങളും രോഗങ്ങളും ഉണ്ടാക്കുന്നു. വ്യാവസായികശാലകളിൽ നിന്നും വീടുകളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, കീടനാശിനികൾ, മറ്റു രാസവസ്തുക്കൾ, പെട്രോളിയം എന്നിവ ജലമലിനീകരണത്തിന് കാരണമാകുന്നു. ജലത്തിൽ ഓക്സിജന്റെ അളവ് കുറയുന്നത് മലിനീകരണം മൂലമാണ്. ഇത് ജലത്തിൽ വസിക്കുന്ന ജീവികളുടെ ജീവനു തന്നെ ഭീഷണിയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? ജലമലിനീകരണം ഉണ്ടാകുന്നത് വ്യവസായശാലകളിൽ നിന്ന്, വീടുകളിൽ നിന്നുള്ള മാലിന്യം, പ്ലാസ്റ്റിക്, കീടനാശിനികൾ, മറ്റു രാസവസ്തുക്കൾ, പെട്രോളിയം, ഇതൊക്കെ കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ ജലത്തിൽ ഓക്സിജന്റെ അളവ് കുറയുന്നതിന് ഇത് കാരണമാകുന്നു. ഓക്സിജന്റെ അളവ് കുറഞ്ഞാൽ മത്സ്യങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല വെള്ളത്തിൽ. ആദിയുടെ ഡയറി കുറിപ്പ് വായിക്കാം. കലിതുള്ളിയ പ്രകൃതി 30/7/2024. കുന്നിൻ ചെരുവിലായിരുന്നു ഞങ്ങളുടെ വീട്. നന്നായി മഴ കിട്ടുന്ന പ്രദേശമാണ് ഞങ്ങളുടേത്. ഇടവപ്പാതി തോരാതെ പെയ്യുന്നുണ്ട്. ശക്തമായ മഴയാണ്. പുഴയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഇനിയും ജലനിരപ്പ് ഉയർന്നാൽ വീട്ടിൽ വെള്ളം കയറും. സന്ധ്യയായപ്പോൾ തീവ്രമായ മഴ തുടങ്ങി. വൈദ്യുതിയുമില്ല. മഴ തുടർന്നാൽ എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങൾക്ക് ഭയമുണ്ടായിരുന്നു. അപകട മുന്നറിയിപ്പുകൾ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വീട്ടിലെ വളർത്തുമൃഗങ്ങൾ അസ്വസ്ഥരായി ശബ്ദമുണ്ടാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അപകടം മനസ്സിലാക്കി അച്ഛനും അമ്മയും ഞങ്ങളെ അല്പം ദൂരെയുള്ള ബന്ധുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. മഴയ്ക്ക് ശമനമില്ല. ഞങ്ങൾ ഉറക്കത്തിലായി. പുലർച്ചെയാണ് ഞെട്ടിപ്പിക്കുന്ന ആ വാർത്ത ഞങ്ങൾ കേട്ടത്. ഉരുൾപൊട്ടലിൽ നിരവധി പേർ മരണപ്പെട്ടു. ആ വലിയ പ്രകൃതി ദുരന്തത്തിൻ്റെ സംഹാരശക്തിയിൽ ഞങ്ങളുടെ വീടും വിദ്യാലയവും കുറേ കൂട്ടുകാരും ബന്ധുക്കളും ഒരു ഗ്രാമം തന്നെയും പൂർണ്ണമായും ഇല്ലാതായി. ആദിയുടെ ഡയറി കുറിപ്പ് വായിച്ചല്ലോ. അപ്പോൾ എല്ലാവരും കഴിഞ്ഞ വർഷം ഇതൊക്കെ കണ്ടതാണ് അല്ലേ? പത്രത്തിലും ന്യൂസിലുമെല്ലാം നമ്മളിത് അറിഞ്ഞതാണ്. ചിലർ നേരിട്ട് അനുഭവിച്ചിട്ടുമുണ്ടാകും. പ്രകൃതി ദുരന്തങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടാകാറുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഭൂമികുലുക്കവും മറ്റു കാര്യങ്ങളുമെല്ലാം. പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പുകൾ നൽകാൻ സംവിധാനങ്ങൾ നിലവിലുണ്ട്. മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ മുൻകരുതലുകൾ എടുത്താൽ ജീവനും പരിസ്ഥിതിക്കും സംരക്ഷണം നൽകാൻ കഴിയും. ഒരു പ്രകൃതി ദുരന്തം വരുന്നതിന് മുമ്പ് നമുക്ക്
മുന്നറിയിപ്പ് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ പെരുമാറാനായിട്ട്. നമ്മളോട് മാറി താമസിക്കാൻ പറഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ തുടരുക ചെയ്യരുത്. അത് നമ്മളെ ജീവൻ അപകടത്തിലാക്കും. ആവാസവ്യവസ്ഥകളുടെ സംരക്ഷണം. കരയിലും കടലിലുമുള്ള എണ്ണമറ്റ ജീവികൾ, അവ പ്രകൃതിയോടിണങ്ങി ജീവിക്കുന്ന കാഴ്ച എത്ര മനോഹരം. ജീവികൾ അവയുടെ ഭക്ഷണവും വാസസ്ഥലവും കണ്ടെത്തുന്നത് ആവാസവ്യവസ്ഥയിൽ നിന്നാണ്. ആവാസവ്യവസ്ഥകളാണ് ജീവൻ്റെയും ജൈവ വൈവിധ്യത്തിൻ്റെയും നിലനിൽപ്പിന് ആധാരം. ആവാസവ്യവസ്ഥകളുടെ സംരക്ഷണം നമ്മുടെ കടമയാണ്. ആവാസവ്യവസ്ഥയുടെ സംരക്ഷണ പ്രവർത്തനത്തിൽ നമുക്കും പങ്കുചേരാം. എന്താണ് പറയുന്നത്? കരയിലും കടലിലുമുള്ള എണ്ണമറ്റ ഒരുപാട് ജീവികളുണ്ട് അല്ലേ? അവ പ്രകൃതിയോടിണങ്ങി ജീവിക്കുന്ന കാഴ്ചയാണ് വളരെ മനോഹരം. ജീവികൾ അവയുടെ ഭക്ഷണത്തിനും വാസസ്ഥലവും കണ്ടെത്തുന്നത് എവിടെ നിന്നാണ്? ആവാസവ്യവസ്ഥയിൽ നിന്നാണ്. ഈ ആവാസവ്യവസ്ഥകളാണ് ജീവൻ്റെയും ജൈവ വൈവിധ്യത്തിൻ്റെയും എല്ലാം നിലനിൽപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ആവാസവ്യവസ്ഥകൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്കും പങ്കുചേരാം എന്നാണ് പറയുന്നത്. കണ്ടില്ലേ കുട്ടികൾ നിൽക്കുന്നത്? നമ്മുടെ ഭൂമി, നമ്മുടെ ഭാവി, നാം തന്നെ സംരക്ഷകർ. പാലിക്കാം നമുക്ക് ഹരിത ചട്ടങ്ങൾ. ഇനി അടുത്തത് വിലയിരുത്താം. ജീവികളെ അവയുടെ ആവാസവുമായി ബന്ധിപ്പിക്കുക. തിമിംഗലം, പെൻഗ്വിൻ, പുള്ളിമാൻ, ഒട്ടകം. തിമിംഗലം എവിടെയാണ്? സമുദ്രം. പെൻഗ്വിൻ എവിടെയാണ്? ധ്രുവപ്രദേശം. പുള്ളിമാൻ വനം. ഒട്ടകം മരുഭൂമി. നിങ്ങളുടെ പ്രദേശത്തെ ഒരു ആവാസ വ്യവസ്ഥ സന്ദർശിച്ച് അവിടെ കാണപ്പെടുന്ന ജീവികളുടെ പേരെഴുതുക. അവയുടെ പരസ്പര ആശ്രയത്വം കണ്ടെത്തൂ. നിങ്ങളുടെ അടുത്തുള്ള ഒരു ആവാസ വ്യവസ്ഥ സന്ദർശിക്കണം. വേണമെങ്കിൽ ഒരു വൃക്ഷം തന്നെ നിങ്ങൾക്ക് നോക്കാം ആവാസ വ്യവസ്ഥയായിട്ട്. താഴെ കാണുന്ന ജീവികളെ അവയുടെ അനുകൂലനവുമായി വരച്ച് യോജിപ്പിക്കൂ. എകിളപ്പൂക്കളുടെ സഹായത്തോടെ ശ്വസിക്കുന്നു. ആരാണ്? മത്സ്യമാണ് അല്ലേ? ഇലകൾക്ക് മെഴുകുപോലുള്ള വസ്തുവിൻ്റെ ആവരണമുണ്ട്. ആരാണത്? ആമ്പലാണ്. അതുപോലെ ത്വക്കിലൂടെ ശ്വസനം നടത്തുന്നു. തവള. കാണ്ഡത്തിൽ ജലം ശേഖരിച്ചു വയ്ക്കാൻ കഴിയുന്നു. ആർക്കാണ്? മരുരൂഹങ്ങൾ അല്ലേ? മരുഭൂമിയിലെ സസ്യത്തിന്. മണലിൽ പുതഞ്ഞു പോകാത്ത പരന്ന പാദങ്ങളുണ്ട്. ആർക്കാണുള്ളത്? ഒട്ടകത്തിന്. തുടർ പ്രവർത്തനം. നിങ്ങളുടെ വീട്ടിലെയും അയൽപക്കത്തെ 5 വീടുകളിലെയും മാലിന്യ നിർമ്മാർജ്ജനം സംബന്ധിച്ച വിവരങ്ങൾ താഴെ നൽകിയ ഫോർമാറ്റിൽ ശേഖരിക്കൂ. ഗ്രൂപ്പ് റിപ്പോർട്ട് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. അപ്പോൾ ഈ പ്രവർത്തനം ചെയ്തു നോക്കണം. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവരും പഠന പ്രവർത്തനങ്ങൾ ചെയ്യണം, പഠിക്കണം. മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്